അടിക്കാൻ വടിവെട്ടി കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഇതാ രാഹുൽ ഗാന്ധിക്ക് ബി.ജെ.പിയെ ആക്രമിക്കാൻ ബി.ജെ.പി നേതാവായ ബി ഗോപാലകൃഷ്ണൻ തന്നെ വടിവെട്ടി കൊടുത്തതുപോലെയായി കാര്യങ്ങൾ. പറഞ്ഞു വരുന്നത് ഹരിയാനയിലെ വോട്ട് കൊള്ളയെക്കുറിച്ച് വെളിപ്പെടുത്തി ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ബി.ജെ.പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ പഴയ ഒരു വാർത്താ സമ്മേളനത്തിലെ ദൃശ്യങ്ങളും കാണിച്ചിരുന്നു. അന്ന് ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് ബി.ജെ.പിക്കാർ കൈയടിച്ചെങ്കിലും അതിൽ ഇങ്ങനെയൊരു കെണി ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് ഗോപാലകൃഷ്ണനോ ബി.ജെ.പി നേതാക്കളോ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന് ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പിക്കെതിരെ ആയുധമാക്കുകയായിരുന്നു. ജയിക്കാൻ ബി.ജെ.പി ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നും വോട്ട് ചേർക്കും എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. ജയിക്കാൻ വിചാരിച്ചാൽ കശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുകയും ചെയ്യിക്കുമെന്ന വാക്കുകൾ വീഡിയോ സഹിതം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ വോട്ട് കൊള്ളയെ രാഹുൽ ഗാന്ധി തുറന്നുകാട്ടിയത്. ഇത് ബി.ജെ.പി നേതാവിന്റെ വാക്കുകളാണ് എന്നും ബി.ജെ.പി വോട്ട് ചോരി നടത്തുന്നുണ്ട് എന്നതിന് ഇതിൽ പരം തെളിവ് വേണോ എന്ന് സ്ഥാപിക്കുകയുമായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ചോദിച്ചത്. ഹരിയാനയിൽ വോട്ട് കൊള്ള നടത്തി ഓപ്പറേഷൻ സർക്കാർ ചോരി നടത്തുകയാണ് ബി.ജെ.പി ചെയ്തത്. ഒരു സർക്കാരിനെ തന്നെ തട്ടിയെടുക്കുകയായിരുന്നു. 25 ലക്ഷത്തോളം വോട്ടുകളാണ് ഹരിയാനയിൽ കൊള്ളയടിക്കപ്പെട്ടത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ബി.ജെ.പി നേതാക്കളടക്കം ആയിരക്കണക്കിന് പേർ യു.പിയിലും ഹരിയാനയിലും വോട്ടർമാരാണ് എന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് ജയിക്കുമെന്ന് മിക്കവാറും സർവേകൾ പ്രവചിച്ചിരുന്നതാണ് ഹരിയാനയിൽ. ആ സ്ഥാനത്താണ് എൻ.ഡി.എ വിജയിച്ചത്. ഇത് വോട്ടുകൊള്ള നടത്തിയാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ബി.ജെ.പി വോട്ടുകൊള്ള നടത്തുമെന്ന് തെളിയിക്കുന്നതിനായി ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കടമെടുക്കുകയും ചെയ്തു. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ അന്ന് BGM ഒക്കെ ഇട്ട് കൈയടിച്ച് പ്രചരിപ്പിച്ചപ്പോഴും അതിൽ ഇങ്ങനെ ഒരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ബി.ജെ.പിക്കോ അണികൾക്കോ ചിന്തിക്കാനായില്ല. ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റാണെങ്കിൽ അവിടെ ഒരു വർഷം മുൻപ് അത്തരത്തിൽ ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഗോപാലകൃഷ്ണൻ ചോദിച്ചിരുന്നത്. ഇത്തരത്തിൽ ഇനിയും വോട്ട് ചേർക്കുമെന്നുമുള്ള ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ വൻ വോട്ടുകൊള്ളയ്ക്ക് കൂപ്പുകൂട്ടുന്നതായും വായിച്ചെടുക്കാം. ഇതാണ് രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ പ്രദർശിപ്പിക്കാനുണ്ടായ കാരണം. വോട്ടുകൊള്ളയുടെ ഗൗരവവും ആഴവും ഒപ്പം ഇനി നടക്കാനിരിക്കുന്ന വോട്ടുകൊള്ളയുടെ സൂചനയുമാണ് ഗോപാലകൃഷ്ണന്റെ വാക്കുകളെന്ന് രാഹുൽ ഗാന്ധി വിലയിരുത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയവും ഏവരെയും അമ്പരപ്പിച്ചതും കിരൺ റിജ്ജു പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് വാർത്താ സമ്മേളനത്തിനിടെ ബി ഗോപാലകൃഷ്ണൻ ഉയർത്തിയ ചില പരാമർശങ്ങൾ ചില മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് വ്യാജമാണ് എന്നായിരുന്നു കിരൺ റിജ്ജുവിന്റെ മറുപടി. ഇത് ബി ഗോപാലകൃഷ്ണനെ മാത്രമല്ല കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് കിരൺ റിജ്ജുവിന്റെ വാക്കുകൾ. വോട്ടുകൊള്ള ഏതെങ്കിലും സീറ്റുകളിൽ മാത്രമായി സംഭവിക്കുന്നതല്ല എന്നാണ് H-ഫയൽസ് എന്ന പേരിൽ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നതും സ്ഥാപിക്കുന്നതും. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആസൂത്രിതമായി നടക്കുന്നതാണ് അത്. ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ അട്ടിമറിച്ച് കോൺഗ്രസിന്റെ വിജയം പരാജയമാക്കി മാറ്റി. 100% തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറയുന്നത് എന്നും കോൺഗ്രസ് തോറ്റ 8 മണ്ഡലങ്ങളിലെ വോട്ട് വ്യത്യാസം ചൂണ്ടിക്കാട്ടി രാഹുൽ പറയുന്നു. 8 മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വ്യത്യാസം 22,729 മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇവിടങ്ങളിലെ വോട്ടുകൊള്ളയുടെ ആഴവും പരപ്പും വ്യക്തമാകും. കോൺഗ്രസ് വിജയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച മണ്ഡലങ്ങളാണ് ഈ 8 എണ്ണവുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ഒരു വോട്ടറുടെ ചിത്രം തെളിവായി ചൂണ്ടിക്കാട്ടിയാണ് ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന വോട്ടുകൊള്ള രാഹുൽ തെളിയിക്കുന്നത്. ഒരു യുവതിയുടെ ചിത്രം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച രാഹുൽ ഇവരുടെ ഫോട്ടോ ഉപയോഗിച്ച് 22 തവണ 10 ബൂത്തുകളിലായി പല പേരുകളിലായി ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് വ്യക്തമാക്കുന്നു. ബ്രസീലിൽ നിന്നുള്ള മോഡലിംഗ് ചെയ്യുന്ന ഒരു മോഡലിന്റെയാണ് ആ ഫോട്ടോ. മതിയസ് ഫെറാരോ എന്ന ഫോട്ടോഗ്രാഫറാണ് ആ ചിത്രം പകർത്തിയത്. ഇതൊരു ഉദാഹരണമാണ്.
ഇതൊരു കേന്ദ്രീകൃത അട്ടിമറിയാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണവും അതാണ്. യഥാർത്ഥത്തിൽ ബ്രസീലിയൻ ചിത്രം വെച്ച് ആ മോഡലിന്റെ പേരിൽ വോട്ട് ചേർത്ത് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ആരാണ് സീമയും സ്വീറ്റിയും ഒക്കെ എന്ന ചോദ്യം ചിരി പടർത്തുന്നതാണ് എങ്കിലും ഈ വോട്ടുകൊള്ള ഒരു നിസ്സാരമായ കാര്യമല്ല.